മുഖ്യമന്ത്രി തർക്കത്തിൽ നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ. മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിക്കാത്തത് അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടല്ല, ഭൂരിപക്ഷം നൽകിയ ജനതയുടെ മനസ്സ് വേദനിക്കാതിരിക്കാനാണ്. ജനഹിതവും പ്രവർത്തകരുടെ വികാരവും ഉൾക്കൊള്ളാത്ത പിണറായി വിജയന്റെ പതനം എല്ലാവർക്കും പാഠമാണെന്ന് വിജിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിജീഷ് തുടരുന്നുണ്ട്. വിജീഷ്, ഇതിൽ എന്താണ് വിജിൽ പറയുന്നതിന്റെ പൊരുൾ എന്താണ്? ഒപ്പം തന്നെ എന്താണ് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിലുള്ള ഒരു പൊതുവികാരം എന്താണ് വിജീഷ്? യൂത്ത് ലീഗിന് പിന്നാലെ യൂത്ത് കോൺഗ്രസും കണ്ണൂരിൽ വി ഡി സതീശനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിനോടെ നമുക്ക് പുറത്തേക്ക് വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജിൽ മോഹനും അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഫർസീൻ മജീദും വി ഡി സതീശന് അനുകൂലമായി നീങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ മനസ്സിലാകുന്നത്. വിജിൽ മോഹൻ കൃത്യമായി പറയുന്നുണ്ട്, നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന് പ്രതികരിക്കാൻ ഇത്തരത്തിലുള്ള ഈ അനാവശ്യ ചർച്ചകൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്തത് അഭിപ്രായമില്ലാത്തത് കൊണ്ടല്ല, ഭൂരിപക്ഷം നൽകിയ ജനതയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് വിജിൽ മോഹൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഫർസീൻ മജീദ് പറയുന്നത്, ജനവികാരവും പ്രവർത്തകരുടെ വികാരവും ചേർന്നതാണ് പാർട്ടി, അതിനനുസരിച്ച് പാർട്ടി നീങ്ങണം, ആ നീക്കം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനയാണ് ഫർസീന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തുള്ളത്. ഇരുവരും നൽകുന്ന സൂചന വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നുള്ള വാക്കുകളാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ വ്യക്തമാകുന്നത്. മഹേഷ്, ശരി, അതാണ് രണ്ട് നേതാക്കളും ഫർസീനും ഒപ്പം തന്നെ വിജിൽ രണ്ടുപേരുടെയും അഭിപ്രായം അവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. വിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകി.